നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് നടന്ന നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അവിടെ പ്രതി തേജസ് വീട്ടിലേക്കെത്തി കൊലപ്പെടുത്തിയ ശേഷം ഫെബിൻ എന്ന് പറയുന്ന 22 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ തൻ്റെ സഹോദരിയെ സ്നേഹിച്ചു, അല്ലെങ്കിൽ അവരെ കിട്ടാത്തതിലുള്ള പക കാരണം കൊലപ്പെടുത്തുകയും അതിനുശേഷം തിരിച്ചുപോയി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. കാരണം അവിടെ എല്ലാം ഈ ഒരു പിതാവിനെയും തേജസ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അമ്മയെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ കൃത്യമായി അവിടെ എന്താണ് നടന്നത് എന്നുള്ളതൊക്കെ അവർ വളരെ നിസ്സഹായതയോടു കൂടി കണ്ടു നിൽക്കുകയായിരുന്നു. അവർക്കും തേജസിനെ തടയാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും അവരുടെ മകനെ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഏതായാലും ഈ പ്രതി തേജസ് രാജ് വീട്ടിലേക്ക് എത്തിയത് പർദ്ദ ധരിച്ചെന്നാണ് കൊല്ലപ്പെട്ട ഫെബിന്റെ അമ്മ ഡെയ്സി പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ റോഡിലിറങ്ങിയ ആളുകളെ അവർ വിളിച്ചുകൂട്ടിയെങ്കിലും ആരും വന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. കോളിംഗ് ബെല്ല് അടിച്ച് വാതിൽ തുറന്ന ഉടനെ തേജസ് അകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. ഈ ഒരു സമയത്ത് പർദ്ദ ധരിച്ചിരുന്നു. ആ ഒരു കുറച്ച് നിമിഷത്തേക്ക് അവർക്കത് ആരാണ് ഈ അകത്തോട്ട് വരുന്നത് എന്ന് പോലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പർദ്ദ ധരിച്ചാണ് വന്നത്. തേജസിന്റെ മുഖം പിന്നീട് ഈ ഒരു മാറ്റിയപ്പോഴാണ് വ്യക്തമായി കണ്ടത്. അവൻ ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ വീടിനുള്ളിലേക്ക് ഒഴിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ആക്രമണം നടത്തിയത്. ഈ ഒരു സമയത്ത് ഈ ഒരു അച്ഛനെയും അതുപോലെ തന്നെ ഫെബിനെയും ആക്രമിക്കുന്ന സമയത്ത് തന്നെ അമ്മ അവിടെ വീടിനകത്ത് നിന്ന് വേഗം പുറത്തേക്ക് ഓടുകയായിരുന്നു. ഉടൻ തന്നെ റോഡിലുള്ള ആളുകളെ തന്നെ വിളിച്ചുകൂട്ടി. ആ സമയത്ത് ബൈക്കിൽ വന്നവരൊക്കെ പറയുന്നത് കേട്ടതല്ലാതെ, നോക്കിപ്പോയതല്ലാതെ ഇങ്ങോട്ട് വന്നില്ലെന്നാണ് ഫെബിന്റെ അമ്മ പറയുന്നത്. ഒരുപക്ഷെ ആരെങ്കിലും അവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഓടി വന്നിരുന്നെങ്കിൽ ഒന്ന് രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആളുകൾ ഈ പറയുന്ന പോലെ എന്താണെന്ന് പെട്ടെന്ന് അറിയാതെ അന്താളിച്ചു നിന്നതുമാകാം. മാത്രമല്ല, ഇത്തരത്തിൽ അവിടെ ഒരാളെ ആക്രമിക്കുന്ന സമയത്ത് രക്ഷിക്കാൻ പോകുമ്പോൾ തങ്ങൾക്കും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം കൊണ്ടും ചില നേരത്തെ ആളുകൾ പിന്നോട്ട് വലിയുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ വീടിനകത്തേക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് വന്നില്ലെന്നാണ് അമ്മയടക്കം പറയുന്നത്. താൻ നോക്കുമ്പോൾ ഫെബിന്റെ ദേഹത്ത് നിന്ന് ഒരുപാട് കുത്തേറ്റിട്ടുണ്ട്, നെഞ്ചിനും വാരിയലിനും അടക്കം കുത്തേറ്റിട്ടുണ്ട്. ആ സമയത്ത് വെള്ളം പോലെ രക്തം ഒഴുകി വരുന്ന കാഴ്ചയാണ് അവരുടെ അമ്മ കണ്ടത്. അവൻ ഓടി വന്ന് എൻ്റെ അടുത്ത് വീഴുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം കൂസലില്ലാതെയാണ് തേജസ് നടന്നു പോയതെന്നാണ് ഡെയ്സി പറഞ്ഞിരിക്കുന്നത്. കാരണം കൊല്ലാൻ ഉറച്ചു തന്നെയാണ് തേജസ് ആ വീട്ടിലേക്ക് വന്നത്. അതും ഒരുപക്ഷെ ഒരു കൂട്ടക്കൊലപാതകം തന്നെ നടത്താനുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കാം തേജസ് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഫെബിന് മാത്രമാണ് തേജസിനെ ആക്രമിക്കാനായിട്ട് കൊലപ്പെടുത്താനായിട്ട് സാധിച്ചത്. അച്ഛൻ ഗുരുതര പരിക്കുകളോടുകൂടി തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ തേജസിന് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലെന്നും അയൽവാസികളുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നടക്കം നാട്ടുകാർ അഭിപ്രായപ്പെടുന്നുണ്ട്. തേജസും ഫെബിന്റെ സഹോദരിയും തമ്മിൽ വിവാഹം ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് പിന്മാറിയതാണ് തേജസിന് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വിവാഹം ഉറപ്പിച്ചതോടെ യുവതിയെയും മാതാപിതാക്കളെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് എത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെയാണ് ഫാത്തിമ മാതാ ഇന്റർനാഷണൽ കോളേജ് 2ാം വർഷ BCA വിദ്യാർത്ഥിയും ഉളിയക്കോവിൽ വിളപ്പുറം ജോർജ് ഗോമസിന്റെ മകനുമായ ഫെബിൻ ജോർജ് കുത്തേറ്റു മരിച്ചത്. പ്രതി തേജസ് രാജിനെ പിന്നീട് ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ FIRലെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തേജസ് രാജും ഫെബിന്റെ സഹോദരിയും പ്രണയത്തിലായിരുന്നുവെന്നും യുവതിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതിലെ തുടർന്ന് തേജസിന്റെ യുവതിയുടെ മാതാപിതാക്കളോട് വിരോധമുണ്ടായിരുന്നുവെന്നും FIRൽ പറയുന്നുണ്ട്. സഹോദരനെയും മാതാപിതാക്കളെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി വീട്ടിലെത്തിയതെന്നും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെയും പിതാവിനെയും കുത്തിയെന്നും FIRലുണ്ട്. +2 പഠിക്കുന്ന കാലം മുതൽ പെൺകുട്ടിയും തേജസ് തമ്മിൽ പ്രണയത്തിലായിരുന്നു. ബാങ്ക് കോച്ചിങ്ങിനും ഇരുവരും ഒന്നിച്ചായിരുന്നു. എന്നാൽ യുവതിക്ക് മാത്രമാണ് ജോലി നേടാനായത്. പിന്നീട് തേജസ് സിവിൽ പോലീസ് പരീക്ഷ പാസ്സായെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. തുടർന്ന് ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെടുകയും പിന്നീട് പെൺകുട്ടി പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു. വിവാഹ നിശ്ചയം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങിയതിനു ശേഷമാണ് ബന്ധം അവസാനിപ്പിച്ചത്. എന്നാൽ യുവതിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചത് തേജസിനെ പ്രകോപിപ്പിക്കുകയും കൃത്യത്തിലേക്ക് നീങ്ങുകയുമായിരുന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് കൊല്ലത്തെ നഗരത്തെ നടുക്കി കൊലപാതകം നടന്നത്. ഏതായാലും വലിയൊരു കൂട്ടക്കൊലപാതകം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് തേജസ് എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് അടക്കം പറയുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിയെ മറ്റേതെങ്കിലും രീതിയിലൂടെ കൊലപ്പെടുത്താനായിട്ട് തേജസ് ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനെല്ലാം തന്നെ പെൺകുട്ടിയുടെ അടക്കം മൊഴി എടുക്കേണ്ടി വരും. ഇതിന് മുൻപും തേജസ് ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്ഥലമൊക്കെ തേജസിന് വളരെ പരിചിതമാണ്. അതുകൊണ്ടായിരിക്കാം ആദ്യം
തിരിച്ചറിയാതിരിക്കാൻ പർദ്ദ ധരിച്ച് ഒരു പക്ഷേ തേജസ് എത്തിയിട്ടുണ്ടാവുക. ആദ്യം ഈ വീടിന്റെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ ഉത്സവം നടക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ആളുകൾ ഉണ്ടായതുകൊണ്ട് തേജസ് അവിടെ നിന്ന് കാറും എടുത്ത് പോവുകയായിരുന്നു. പിന്നീട് കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷമാണ്, ആളുകൾ അവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ഫെബിനെ കൊലപ്പെടുത്തുകയും പിതാവ് ജോർജിനെ ആക്രമിക്കുകയും അടക്കം ചെയ്തിരിക്കുന്നത്. പെട്രോൾ അടക്കം കയ്യിൽ കരുതിയാണ് തേജസ് ആ വീട്ടിലോട്ട് എത്തിയത്. ഈ ഒരു തേജസ് പെട്രോളുമായി വീട്ടിലേക്ക് എത്തിയത് ഈ ഒരു പെൺകുട്ടിയെ കൂടി ലക്ഷ്യമിട്ടെന്ന് കരുതുന്നുണ്ട്. വീടിനുള്ളിൽ പെട്രോൾ ഒഴിച്ചെങ്കിലും കത്തിക്കാനായിട്ട് സാധിച്ചില്ല. തേജസ് വീട്ടിലെത്തുമ്പോൾ പേരയ്ക്കരിയുക എന്ന ഫെബിന്റെ അച്ഛന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ഈ കത്തി എടുത്താണ് തേജസ് ഫെബിനെ കുത്തിയത്. കാറിലെത്തിയ ആളാണ് ആക്രമിച്ചതെന്നും ഇയാൾ പർദ്ദയാണ് ധരിച്ചിരുന്നത് എന്നുമാണ് ഫെബിന്റെ പിതാവ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതി തേജസിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫെബിൻ കുത്തേറ്റ് റോഡിലേക്ക് ഓടി വരുന്നതും അവിടെ വീഴുന്നതെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ ഓടിക്കൂടുകയായിരുന്നു. അവിടെ ഓടിക്കൂടുന്ന നാട്ടുകാരെല്ലാം തന്നെ അവിടേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ആരെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ ആ സമയത്ത് അപ്പോഴേക്കും അവിടെ നിന്ന് തേജസ് വണ്ടി എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. ഈ വണ്ടി എടുക്കുന്ന സമയത്തെല്ലാം തന്നെ അവിടെ ഇവിടെയൊക്കെ തട്ടിയും അവിടെ ഒരു അപകടം, ചെറിയ രീതിയിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും ദൃക്സാക്ഷികൾ അടക്കം പറയുന്നുണ്ട്. ഇരുവരും ഒരേ കോളേജിൽ തന്നെയാണ് പഠിച്ചതെല്ലാം തന്നെ. ബാങ്ക് പരീക്ഷ പരിശീലനത്തിനും ഒക്കെ ഇവർ ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് യുവതിക്ക് മാത്രം ജോലി കിട്ടി. അപ്പോഴും തേജസിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ തേജസ് ഈ ഒരു പരീക്ഷയിൽ ഫെയിൽ ആവുകയും പിന്നീട് നടത്തിയിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെടുകയായിരുന്നു. കാലക്രമേണ ഇവർക്കിടയിൽ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം പിന്നീട് ഒരു ബന്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. തേജസ് രാജിന്റെ ശല്യം തുടർന്നതോടെ വീട്ടുകാർ വിലക്കുകയും ചെയ്തിരുന്നു. പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊലപാതകം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ ഒരു വീടും പരിസരവും കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇനി മറ്റേതെങ്കിലും രീതിയിൽ പെൺകുട്ടിയെ മുൻപ് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിൽ ഫെബിന്റെ കോളേജിലെ അധ്യാപകരടക്കം മൊഴി നൽകിയിട്ടുണ്ട്. ഫെബിൻ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ല, വളരെ മിടുക്കനായിരുന്നു. കോളേജിൽ ആരുമായിട്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് മാതാപിതാക്കളടക്കം അതുപോലെ തന്നെ അധ്യാപകരും കൂട്ടുകാരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം തന്നെയാണ്, ഈ ഒരു തേജസ്സുമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ്, അല്ലെങ്കിൽ സഹോദരിയുടെ പ്രണയം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് തേജസ്സുമായിട്ടുണ്ടായ വഴക്ക് മാത്രമാണ് ഫെബിന്റെ ജീവനെടുത്ത നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചത്.